ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റുന്നതിന് 5000 കോടി രൂപയുടെ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചിറ്റാർ കൂത്താട്ടുകുളം സർക്കാർ LP സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സ്കൂൾ അങ്കണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രംഗത്ത് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന മഹാദൗത്യത്തിൻ്റെ തിളക്കമാർന്ന പ്രതീകമാണിത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും നാം പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റുന്നതിനായി 5000 കോടി രൂപയുടെ ബൃഹത്തായ കർമ്മ പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മനോഹരമായ ഒരു ഫലമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ കെട്ടിടം. ഹൈടെക് ക്ലാസ് മുറികളും മികച്ച ലാബുകളും ലൈബ്രറികളുമായി നമ്മുടെ സ്കൂൾ മാറുകയാണ്. കെട്ടിടത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിലും ഈ സർക്കാർ അതീവ ജാഗ്രത പുലർത്തുന്നു. പഠന നിലവാരം ഉറപ്പാക്കുവാൻ സബ്ജക്ട് മിനിമം പോലുള്ള പദ്ധതികൾ നാം നടപ്പിലാക്കി. അതിൻ്റെ പ്രതിഫലം ദേശീയ തലത്തിൽ നാം കാണുന്നുണ്ട്. ദേശീയ തലത്തിൽ നടന്ന നാസ് പരാഗ് പോലുള്ള പരീക്ഷകളിൽ കേരളം നേടിയ ഉജ്ജ്വലമായ വിജയമുണ്ട്. കേരളം ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണെന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാർത്ഥികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു, പഠന നിലവാരം ഉയർന്നു, ഹൈടെക് ക്ലാസ് മുറിയും മികച്ച ലാബും ലൈബ്രറികളും വന്നു. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും പഠന നിലവാരം ഉറപ്പാക്കാൻ സബ്ജക്ട് മിനിമം നടപ്പിലാക്കി. ഇതിന്റെ ഫലമായി ദേശീയതല പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയതായി മന്ത്രി പറഞ്ഞു. MLA ഫണ്ടിൽ നിന്നും സ്കൂൾ ബസ് അനുവദിക്കുമെന്ന് അധ്യക്ഷൻ KU ജനീഷ് കുമാർ MLA പറഞ്ഞു. നാടിന്റെ മുഖം മാറ്റി മലയോര ഹൈവേ, അച്ചൻകോവിൽ, പ്ലാപ്പള്ളി റോഡ് ഉൾപ്പെടെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ രംഗത്തും വികസനം സാധ്യമായെന്നും MLA അറിയിച്ചു. 1.50 കോടി രൂപ ചെലവിലാണ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 445.56 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായി 7 ക്ലാസ് മുറി, ഓഫീസ്, ശൗചാലയം, വരാന്ത എന്നിവ ഉൾപ്പെടുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. പഞ്ചായത്ത് പ്രസിഡന്റ് A ബഷീർ, ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ലേഖ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികല AB, സ്ഥിരം സമിതി അധ്യക്ഷയായ രവി കണ്ടത്തിൽ, സുസമ്മ ദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.